രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എനിക്കൊരു ഓപ്ഷനുണ്ട്. പറഞ്ഞാൽ വൈജയും ഋഷിയും പിണങ്ങരുത്. ഗൈനക്കോളജിയിൽ ഒരുപാട് ബിരുദങ്ങളും പ്രാക്ടീസുമുള്ള ഡോക്ടർ മെർലിന അങ്ങനെ പറഞ്ഞു കേട്ട് ദമ്പതികളായ വൈജയും ഋഷിയും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗുണമുള്ളല്ലേ ഡോക്ടർ പറയുള്ളൂ. അതെ, ഗുണം വരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. പുഞ്ചിരിയോട് അവർ മൂളിക്കൊണ്ട് ഇരുവരും ഒന്നിച്ച് തലകുലുക്കി. എന്താണ് ഡോക്ടർ പറയുന്നതെന്നറിയാൻ ഇരുവരും കാതോർത്തു. 5-8 മാസത്തെ ട്രീറ്റ്മെന്റ്, സ്കാനിങ്ങും കൾച്ചറിങ്ങും ഒബ്സർവേഷനൊക്കെ കൊണ്ട് ഞാനൊരു കാര്യം നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് മനസ്സിലാക്കി. ചെറുപ്പക്കാരായതുകൊണ്ട് നിങ്ങളിത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എങ്കിലും മെഡിക്കൽ സയൻസിൽ നിന്ന് ലോകത്തിൽ ലഭ്യമായ എക്യുപ്മെന്റ് ഉപയോഗിച്ച് നടത്തുന്ന ഡയഗ്നോസിസിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ലല്ലോ. ഒരു കോമൺ മെറ്റിങ്ങിലൂടെ വൈദ്യക് ഋഷിയിൽ നിന്ന് ഗർഭം ധരിക്കാൻ പ്രയാസമാണ്. റീപ്രൊഡക്ടറി സിസ്റ്റത്തിന് രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്, ജന്മനാ ഉള്ളതാ. അതുകൊണ്ട് സാധാരണഗതിയുള്ള ഗർഭധാനം ഒരിക്കലും ഉണ്ടാവില്ല. മാത്രമല്ല IVF പോലും വൈദ്യയിൽ കോംപ്ലിക്കേഷനാണ്. ആകെയുള്ളൊരു വഴി രണ്ടുപേരുടെ അണ്ടവും ബീജവും എടുത്ത് സിക്താണ്ഡമാക്കി വേറൊരു യൂട്രസിൽ കുഞ്ഞിനെ വളർത്തുന്നതാണ് നല്ലത്. അയ്യോ, വേറെ ഗർഭപാത്രത്തിലോ? വൈജ അറിയാതെ ഉച്ചത്തിൽ ചോദിച്ചു പോയി. അതേ വൈജ, ബി പ്രാക്ടിക്. ഈ ചെന്നൈ സിറ്റിയിൽ ഇഷ്ടം പോലെ ലഭിക്കും. കുറച്ച് പണച്ചെലവുണ്ടെന്നേ ഉള്ളൂ. ഋഷി ഡോക്ടർ മെർലിനെ പറയുന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഗർഭപാത്രം വാടക എടുക്കുകയോ? ഋഷി വാപ്പിളർന്നിരുന്നു പോയി. നിങ്ങൾ കേരളത്തിലെ മലയാളികൾക്ക് ഒരുപക്ഷെ സിനിമയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇവിടെ എൻ്റെ കൺസൾട്ടിങ്ങിൽ തന്നെ ഒരുപാട് പേര് കുട്ടികളെ പ്രസവിച്ചെടുത്ത് വളർത്തി വരുന്നു. യഥാർത്ഥ അച്ഛനെയും അമ്മയുടെയും ഗുണഗണങ്ങളോടെ തന്നെയാണ് അവർ ജനിക്കപ്പെടുന്നത്. ഇവിടുന്ന് പോയിട്ട് ഏതായാലും രണ്ടുപേരും സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. എന്നിട്ട് വിവരം എന്നെ അറിയിക്കാം. കുറേ നാളായില്ലേ പല മരുന്നുകളും മാറി മാറി ചുമ്മാ ഇങ്ങനെ കഴിച്ച് ആരോഗ്യം ഇങ്ങനെ കെമിക്കലൈസ്ഡ് ആക്കുന്നത്. ഇനി ആ മരുന്നൊന്നും തരുന്നില്ല. ഇതാകുമ്പോൾ രണ്ടുപേർക്കും ഒരു മരുന്നും വേണ്ട, ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മതി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിർത്തി. ഡോക്ടറുടെ ചിരി കണ്ട് അവരും ചിരിച്ചുപോയി. ആലോചിക്കാനും തീരുമാനത്തിലെത്താനും ഞങ്ങൾക്കിതിരി സമയം വേണം. അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു. ആലോചിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ. എങ്ങനെയൊക്കെ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാൻ ഊഹിക്കാൻ സാധിക്കില്ലല്ലോ. എൻ്റെ ഡയഗ്നോസിസിലും നിഗമനങ്ങളിലും വിശ്വാസമില്ലെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സമാനത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കുന്നതിൽ തെറ്റില്ല. അതിനാൽ നിങ്ങൾ രണ്ടുപേരും വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് പോകുന്നത് നല്ലതാണ്. പ്രയോജനം ഉണ്ടാകുന്ന യാതൊരു അർത്ഥവുമില്ല, പക്ഷേ എനിക്കത് സമ്മതമാണ്. മാത്രമല്ല നിങ്ങളെപ്പോലെ എനിക്കും അതൊരു സമാധാനമാണ്. ആത്യന്തികമായിട്ട് എൻ്റെ നിഗമനങ്ങൾ ശരിയാണെന്നതിന് ഒരു പ്രോപ്പർ സർട്ടിഫിക്കറ്റും കിട്ടുമല്ലോ. രണ്ടുപേരും അവിടേക്ക് പോയിട്ട് സാവകാശം ആലോചിച്ചിട്ട് വന്നാൽ മതി. വൈജയ് ഋഷിയും ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് മടങ്ങിപ്പോയി. എത്ര വലിയ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് ഡോക്ടർ നിസ്സാരമായി അവതരിപ്പിച്ച്. പിന്നീടുള്ള ഓരോ നിമിഷവും ഫ്ളാറ്റിലും ജോലി സ്ഥലത്തും ഇരുന്ന് ആ ദമ്പതികൾ അതേക്കുറിച്ചായിരുന്നു ചിന്തിച്ച്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണം. ഉന്നത സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പിറന്ന രണ്ടുപേരും ദൂരെയുള്ള പട്ടണത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ പരസ്പരം കണ്ട് പ്രേമിച്ച് വിവാഹിതരായവരാണ്. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുകൊണ്ടുള്ള ആർഭാടകരമായ ഒത്തുചേരൽ. വിവാഹശേഷം കിട്ടുന്ന ഒഴിവുകളിൽ മധുവിധവും മറ്റു ട്രിപ്പുകളും കൊണ്ട് 2 വർഷം പോയതോടെയാണ് ഇരുവർക്കും കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഉദിച്ച്. ആ ആഗ്രഹത്തോടെ 1 വർഷം കൂടി കഴിഞ്ഞുപോയി. പിന്നീടാണ് മെർലിനെ ഡോക്ടറെ കണ്ട് ചികിത്സ ആരംഭിച്ച്. ഈ കഴിഞ്ഞ 5-8 മാസം അവരുടെ ചികിത്സയിലായിരുന്നു. അവർ നിർദ്ദേശിച്ച ടെസ്റ്റുകളും സ്കാനിങ്ങുകളും നടത്തി. ഒടുവിലാണ് ഇങ്ങനെ പറയുന്നത്. ഇനി എന്ത് ചെയ്യും? എല്ലാത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമല്ലോ. അങ്ങനെ ഇരുവരും കൂടി വേറെ കൺസൾട്ടിങ്ങിന് തയ്യാറാവാൻ തീരുമാനിച്ചു. ടെസ്റ്റുകളും സ്കാനിങ്ങും പഴയപടി. ഡോക്ടേഴ്സ് മാറുന്നല്ലാതെ പലയിടത്തും ചികിത്സിച്ച് പണം തീരുന്നു. മാസങ്ങൾ ചുമ്മാ കടന്നുപോവുകയും ചെയ്തപ്പോൾ മെർലിന ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന ഒരു അബോധത്തിലേക്ക് അവരെത്തി. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. വൈജ, നീ വിളിക്കും മെർലിന ഡോക്ടറെ. അയ്യോ, എനിക്ക് പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ഋഷി വേണം അറിയിക്കാൻ. ഋഷി ഫോൺ എടുത്ത് ഡോക്ടറുടെ പേഴ്സണൽ നമ്പറിൽ കോൾ ചെയ്തു. ഡോക്ടർ മെർലിന ഫോൺ എടുത്തപ്പോൾ അവൻ സന്തോഷത്തോടെ അറിയിച്ചു. ഡോക്ടർ, ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ തീരുമാനിച്ചു. ആ ഋഷി, വൈജയ്ക്കും ഓക്കെ അല്ലേ? അത് ഡോക്ടർ, ഞാൻ ഫോൺ അവൾക്ക് കൊടുക്കാം. അപ്പോഴേക്കും വൈദ്യ സംസാരിച്ചു. അതെ ഡോക്ടർ, ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തീരുമാനത്തിലെത്തി. നല്ലത് വൈജ, ഇനി ഇതിന് തയ്യാറാവുന്ന പെൺകുട്ടിയെ കണ്ടെത്തിക്കോളൂ. അയ്യോ ഡോക്ടർ, ഞങ്ങളോ? ഞങ്ങൾക്ക് അങ്ങനെയുള്ളവർ അറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജീവിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ ഈ ചെന്നൈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ്. അവരിൽ ഏറെ പേരും ഇപ്പോൾ പ്രഗ്നൻ്റായി അവരുടെ ദൗത്യത്തിലായിരിക്കും. എത്ര പേര് റെഡിയാണെന്നറിയില്ല. ഞാൻ നേരിട്ട് ഇടപെടാറില്ല. എനിക്ക് പരിചയമുള്ള ഒരാളുടെ കോൺടാക്ട് നമ്പർ തരാം. അയാളുമായിട്ട് സംസാരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ ഏതായാലും ഈ ആഴ്ച തന്നെ നമുക്ക് ഞാനൊരു മീറ്റപ്പ് വെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. കാര്യങ്ങൾക്ക് ആ സ്ത്രീയോട് കൂടി സംസാരിച്ച് അവരെ ഗർഭധാനത്തിന് വേണ്ടുന്ന ശരീരപ്രകൃതിയിലേക്ക് എത്തിക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം, അവരുമായിട്ട് സംസാരിക്കുന്നു അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, എഗ്രിമെന്റ് വ്യവസ്ഥകളൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഏറ്റെടുക്കണം. അതായത് ഒരു ഡോക്ടർ എന്ന നിലയിലോ ഹോസ്പിറ്റൽ എന്ന നിലയിലോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ ഒരു നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഇതൊന്നും സമൂഹത്തിൽ ഒരിക്കലും തെറ്റിദ്ധാരണ വരരുതല്ലോ. ഈ കോൺടാക്ട് നമ്പർ തരുന്ന വഴി അറിയാവുന്നൊരു സഹായം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് ആളെ കിട്ടിയാലായി, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആളെ കണ്ടെത്തുക. ശരി ഡോക്ടർ, അതറിയാം. ഡോക്ടർ മെർലിന ഫോണിലൂടെ അവർക്കൊരു കോൺടാക്ട് നമ്പർ നൽകി. കണ്ണപ്പ എന്നാണ് ഇയാളുടെ പേര്. ഇവിടെ ചേരിയിലെങ്ങാണ്ടാണ്. താല്പര്യമുള്ള ആരെങ്കിലും ഏർപ്പാടാക്കി തരുന്നുണ്ടെങ്കിൽ. അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ വെച്ചു. ഋഷി, സമയം വൈകില്ലല്ലോ, ഇപ്പൊ തന്നെ വിളിക്കേ.
ഡോക്ടർ ഫോൺ വെച്ചപ്പോൾ വൈജി ഋഷിയോട് പറഞ്ഞു. ഡോക്ടർ നൽകിയ നമ്പറിൽ ഋഷി കോൾ ചെയ്തു. ആരാ? ഞാൻ മെർലിനെ ഡോക്ടർ പറഞ്ഞിട്ട് വിളിക്കുന്ന. ആ, എന്താ കാര്യം? എനിക്കും ഭാര്യയ്ക്കും കുട്ടികളാവുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഗർഭം ധരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി തരുമോ? ഓ, അതാണ് കാര്യമല്ലേ. എൻ്റെ കെയർ ഓഫിലുണ്ടായ 3-4 പേര് ഇപ്പോൾ ഗർഭിണികളാണ്. ഒരു സ്ത്രീയാണെങ്കിൽ പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൾക്കിനി പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ആരുമില്ലേ? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുമോ? നമുക്ക് നോക്കാന്നേ. കിട്ടിയെങ്കിൽ നമ്മൾ വിളിച്ച് അറിയിക്കണം. എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. കിട്ടും, അതിൽ പേടി വേണ്ട. പക്ഷെ കാശ് ഒത്തിരിയാവും, അതൊക്കെ അറിയല്ലോ. അറിയാം. എന്നാലും എത്രയാവും ചേട്ടാ? 10 ലക്ഷം ഇപ്പോൾ അവർ ചോദിക്കുന്നൊക്കെ. എല്ലാവരും ആ തുക തന്നെയാണ് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ആണോ? അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ അതി കുറഞ്ഞ വിലക്ക് സാറിന് ആളെ കിട്ടുന്നുണ്ടെങ്കിൽ ആക്കിക്കോ. എനിക്ക് വരാതില്ല. സാറ് ഫോൺ വെച്ചാട്ടെ. അയ്യോ വെക്കല്ലേ, പൈസ പ്രശ്നമില്ല, പറഞ്ഞു തരാം. അങ്ങനെ വഴിക്കുക. ഏതായാലും ഞാനും നോക്കട്ടെ. ഈ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ആ, എന്നാൽ ശരി ചേട്ടാ. ഋഷി ഫോൺ വെച്ചു. എടി ചെയ്യുക. അവർ 10 ലക്ഷം ചോദിക്കുന്നത്. 10 ലക്ഷം കേൾക്കുമ്പോൾ വലിയ എമൗണ്ടാണ്. നമ്മൾ രണ്ടുപേരുടെയും 2.5 മാസം ശമ്പളമല്ലേ ആവുന്നുള്ളൂ. നമ്മൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ തന്നെ IVF വേണം 10 ലക്ഷം. ഇതാകുമ്പോൾ റിസ്ക് ഒന്നും അറിയണ്ടില്ല. കാശൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയല്ലേ. അത് ശരിയാ പൈസ. പക്ഷെ പുള്ളിക്ക് അത്ര ഉറപ്പില്ല. ഉള്ള ആളുകൾ ഇപ്പോൾ ഗർഭിണികളാണെന്നാ പറഞ്ഞു. അയ്യോ, അപ്പം ആളുമില്ലേ? അന്വേഷിച്ചിട്ട് കിട്ടിയ വിളിക്കാന്ന് പറഞ്ഞു. അതേ പട്ടണത്തിലെ പിന്നാമ്പുറത്തുള്ള ചേരി വളിക്കുട്ടി 8 ലക്ഷം കണ്ണപ്പ് ഏർപ്പാടാക്കി തരുന്നു. വെറും 10 മാസത്തെ കാര്യമില്ലേ ഉള്ളൂ. നീ ഇതിന് തയ്യാറാണെന്നാ എൻ്റെ അഭിപ്രായം. നാണില്ലേ തോപ്പണ്ണ, നിങ്ങൾക്ക് ഇത് എന്നോട് പറയാം. ഞാൻ നിങ്ങൾ കെട്ടാനിരിക്കുന്ന പെണ്ണല്ലേ? എടി കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ കാശ് വേണം. നമ്മൾ നാടോടികളാ, അല്ലാണ്ട് പാരമ്പര്യ കുടുംബക്കാരൊന്നല്ല. ഇനി 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന വർഷകാല. ഈ പൈപ്പിനകത്ത് എത്ര നാൾ ജീവിക്കും? കാശ് കിട്ടിയ ചേരിക്കപ്പുറമുള്ള ഗ്രാമത്തിൽ ഞാനൊരു സ്ഥലവും വീട് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈ പൈപ്പ് അദാനി മുതലാളി എപ്പോഴാണ് കൊണ്ടുവന്ന് ആർക്കറിയാം. ഇതിനകത്തുള്ള ജീവിതം മടുത്തു. ചേരിയിലെ മഴവെള്ളം വരുന്നിടത്താണല്ലോ നിന്റെ കുടുംബത്തിന്റെ ടെൻറ്റുള്ളത്. അതും മഴ പെയ്ത ഒഴുകിപ്പോവും. കുറച്ച് കാശ് കൊടുത്ത് ഏതെങ്കിലും ഉറച്ചൊരു സ്ഥലത്തിരുന്ന് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാ ഈ പറയുന്നത്. 10 മാസത്തെ ജീവിതത്തിനിടയിൽ നിനക്ക് നല്ല ട്രീറ്റ്മെന്റും ഭക്ഷണവും കിട്ടും. നീ നല്ല സുന്ദരിയാവും. അതിനുശേഷം കാശ് കിട്ടിയാ നമുക്ക് വിവാഹിതരായി പറഞ്ഞ സ്ഥലം വില കൊടുത്തെടുത്ത് സുഖമായിട്ട് ജീവിക്കാം. കേൾക്കുമ്പോൾ സുഖമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും നമ്മളെ പരിചയമുള്ള ആൾക്കാർക്ക് എന്തു പറയും? ഇവിടെയുള്ള നമ്മളെപ്പോലെ താമസിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മളറിയാലോ. ഭക്ഷണം പോലും നേരാമണ്ണം കിട്ടാതിരിക്കുന്ന നാടോടികൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് വിലയാടിയുള്ളൂ? മാനവും മര്യാദയും അത് നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. ആ കാശ് കിട്ടിയാ നമ്മുടെ ജീവിതത്തിന് തുടക്കാവും. എന്നാലും എൻ്റെ തൊപ്പണ്ണ, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ. ഒരവിവാഹിത ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു മനസ്താപവും ഇല്ലേ? എൻ്റെ വള്ളി, എന്ത് മനസ്താപം? ഇങ്ങനെ ജീവിക്കുന്നതിലൊരു അപമാനം വേറെ ഉണ്ടോ? നമുക്ക് രണ്ടുപേർക്ക് അല്പം വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ഇതുപോലുള്ള പൈപ്പുകൾക്കുള്ളിൽ വല്ല നാട്ടിലും ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ജീവിക്കാന്നല്ലാണ്ട് നല്ലൊരു ഫാമിലി സെറ്റപ്പിലേക്ക് പോകണമെങ്കിൽ ഒരിടത്ത് നിലയുറപ്പിച്ചെന്ന് ജീവിക്കണം. വിവാഹത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന കുട്ടികൾ, അവർക്ക് വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യവും ഭക്ഷണവും എല്ലാം വേണം. എങ്കിലും അവരുടെ ഭാവി ജീവിതം ഭദ്രമാവും. അങ്ങനെ നമ്മുടെ ലോകം വലുതാവും. നമ്മൾ കുടുംബനാഥന്മാരാവും. ശരി തൊപ്പണ്ണ, ജീവിതത്തിൽ ഇത്രയും ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഞാൻ എല്ലാത്തിനും റെഡിയാ. വള്ളിയുടെ സമ്മതം കിട്ടിയ ഉടനെ തൊപ്പണ്ണ കണ്ണപ്പയെ വിളിച്ചു. അണ്ണാ, വള്ളി സമ്മതിച്ചാച്ച്, ബാക്കി ഏർപ്പാട് വേണമെങ്കോ. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വള്ളിയെ മെർലിന ഡോക്ടറെ കാണിച്ചു. ടെസ്റ്റുകൾക്ക് ശേഷം അവൾ ഗർഭധാനത്തിന് സജ്ജയാണെന്ന് കണ്ടെത്തി. ഋഷി കണ്ണപ്പയും വള്ളിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി അഡ്വാൻസ് നൽകി. ശേഷം വള്ളിക്ക് വേണ്ടുന്ന ചികിത്സ നൽകി. കുറച്ച് ദിവസത്തിനുള്ളിൽ മെർലിന ഋഷിയുടെയും വൈജയുടെയും ബീജാണ്ഡവും സംയോജിപ്പിച്ച് വള്ളിയുടെ ഗർഭപാത്രത്തിൽ സ്ഥാപിച്ചു. രഹസ്യമായി കണ്ടെത്തിയ സ്ഥലത്ത് വള്ളിയെ ഗർഭസ്ഥകാലം മുഴുവൻ പ്രത്യേകം പരിചരിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാക്കി. മാസങ്ങൾ കഴിഞ്ഞുപോയി. വള്ളി എന്ന അവിവാഹിതയായ കന്യകയുടെ ഉദരത്തിൽ വൈജയുടെയും ഋഷിയുടെയും കുഞ്ഞ് വളരാൻ തുടങ്ങി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യം 10-ാം മാസം തികഞ്ഞപ്പോൾ നോർമലായ അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഋഷിയെയും വൈജയെ ഏൽപ്പിച്ചു. പറഞ്ഞുറപ്പിച്ച പോലെ ബാക്കിയുള്ള പണവും നൽകി അവർ അയച്ചു. ദൊപ്പണയും വള്ളിയും വിവാഹിതരായി. അവരാഗ്രഹിച്ച പോലെ തന്നെ ചേരിക്കടുത്തുള്ള ഗ്രാമത്തിൽ ആ വീടും സ്ഥലവും സ്വന്തമായി വാങ്ങി താമസം തുടങ്ങി. വർഷം 1 കഴിഞ്ഞു. ഇന്ന് വൈശുമോളുടെ ബർത്ത്ഡേ ആണ്. അതിനാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. വൈജയുടെയും ഋഷിയുടെയും ഫ്ലാറ്റിൽ അന്ന് വൈശുമോളുടെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ളവരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ദൊപ്പണ്ണ, വള്ളി, കണ്ണപ്പ, ഡോക്ടർ മെർലിന, പിന്നെ മാതാപിതാക്കളായ വൈജയും ഋഷിയും, കൂടാതെ ഋഷിയുടെ മാതാപിതാക്കളും വൈജയുടെ മാതാപിതാക്കളും എല്ലാവരും കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ വൈശു, ഹാപ്പി ബർത്ത്ഡേ വൈശു. അതൊക്കെ കണ്ടപ്പോൾ വള്ളിയുടെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ ഒരു അശ്രു വീണു. തന്റെ മാതൃത്വം വിറ്റതിന്റെ നോവിൽ